കൊല്ലം കണ്ണനല്ലൂർ പോകുന്ന അമ്മന്നട പ്രദേശത്താണ് KSRTC വണ്ടി കൊലവണ്ടിയാകുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. ആ സമയത്താണ് വളരെ വേഗത കുറച്ച് വന്ന KSRTC ബസ് ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് രണ്ട് സ്വകാര്യ വാഹനങ്ങളിലെ ഇടിച്ചുകൊണ്ട് നിന്നത്. ദൈവാനുഗ്രഹമെന്ന് പറയട്ടെ, ആർക്കും ആപത്തുകളോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഈ KSRTCയുടെ ബ്രേക്ക് സംവിധാനം സുതാര്യമായിരുന്നെങ്കിൽ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ വാഹനത്തിൽ മുട്ടാതെ തന്നെ ഇരിക്കുമായിരുന്നു. റോഡിൽ നമുക്ക് നോക്കിയറിയാൻ അത് ബ്രേക്ക് ചെയ്തതായിട്ടോ വളരെ സ്ലോ വന്നിട്ട് പോലും അത് ബ്രേക്ക് കിട്ടാഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ട് സ്വകാര്യ വാഹനങ്ങളെ ഇത്തരത്തിൽ ഇടിച്ച് അത് നാമാവശേഷമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ മന്ത്രിയും ഈ KSRTC വകുപ്പും കുപ്പിവെള്ളം പിടിക്കാനും KSRTC ജീവനക്കാരെ ശരിയാക്കാനും ഒക്കെ നടക്കുമ്പോൾ ശരിയായ രീതിയിൽ കൊലവണ്ടിയാകാതെ ഈ KSRTCയിൽ ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തുകൊണ്ട് ആ വാഹനം സുരക്ഷിതമായിട്ട് ഓടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സഞ്ചരിച്ചോണ്ട് വന്ന് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു. ഈ അമ്പലംകുന്ന് കുറച്ചിപ്പുറം മുതൽ തന്നെ ഇവർ കയറ്റി വിടുന്നില്ല. നടുക്ക് നിർത്തി ആളെ എടുക്കും. ഈ ബസ്സിന് കയറ്റി വിടാതെ റോഡിൽ നടുക്ക് നിർത്തി തന്നെയാണ് ആളെ എടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ബസ്. പക്ഷേ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബസ്സിന്റെ പുറകെ മാത്രമേ ഇത്രയും നേരം കൊണ്ട് വരുന്നത്. അവിടെ അമ്പലംകുന്ന് മുതൽ ഇങ്ങനെ വരെ ഈ ബസ്സിന്റെ പുറകെ മാത്രമാണ് ഈ ബസ്സിന് വരാൻ പറ്റിയത്. കയറ്റി വിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ചെയ്തു. ഈ വേണാട് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ നിരവധി പരാതികൾ നമ്മളോട് തന്നെ പറയാറുണ്ട്. കാര്യം ശരിയായ രീതിയിൽ അത് മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. ആ വാഹനം ഓടിച്ചൊരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസം പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ശരിയായ രീതിയിൽ ആ ബ്രേക്ക് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ വാഹനം മറ്റുള്ള 2 വാഹനങ്ങളിൽ ഇടിക്കാതെ തന്നെ ഇതിവിടുത്തെ ബ്രേക്ക് ചവിട്ടി നിർത്താൻ പറ്റുമായിരുന്നു. നമുക്ക് നോക്കിയാലും അറിയാം, ആ റോഡിൽ തന്നെ ബ്രേക്ക് ചവിട്ടിയ ഒരു പാടോ ഒന്നുമില്ല. വളരെ സ്ലോവിൽ തന്നെ വന്ന് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ വാഹനത്തിൻ്റെ പിന്നിലിടിക്കുകയും മറുഭാഗത്തു നിന്ന് വന്ന വാഹനത്തെ അങ്ങനെ 2 സ്വകാര്യ വാഹനങ്ങളെ ഇടിച്ച് നാമാവശേഷമാക്കി. പക്ഷേ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ട്രാഫിക് അവർ വന്ന് വാഹനം പറഞ്ഞു വിട്ടു. KSRTC വാഹനം എടുത്തുകൊണ്ട് അവർ സ്റ്റാൻഡിൽ കൊണ്ടിട്ടിട്ട് ഡ്രൈവർ അവരുടെ കാര്യങ്ങൾക്ക് പോകാം. പക്ഷേ ഈ സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്നവർ ഇന്നു മുതൽ അവർക്ക് ആ വാഹനം ഉപയോഗിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇത്തരത്തിൽ വാഹനങ്ങൾ KSRTC ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് സംവിധാനങ്ങളും അതിൻ്റെ മറ്റുള്ള മെയിൻ്റനൻസുകളും ശരിയായ രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് വേണം വാഹനം നിരത്തിലിറങ്ങാൻ. ഇൻഷുറൻസ് ഇല്ല, അത്തരത്തിൽ ഒരു സുരക്ഷയുമില്ലാതെ വാഹനം വന്ന് ഈ ഡ്രൈവർമാരും കണ്ടക്ടറുമായിട്ട് ജനങ്ങളെ ഒരു വിശ്വാസവുമില്ലാതെ അതിൽ കയറി യാത്ര ചെയ്യുന്ന കാഴ്ചകളാണ് പലപ്പോഴും നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന